സെക്ഷൻ 370A വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു മൈനറെ വ്യാപാരം നടത്തിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രസ്തുത മൈനറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയാൽ ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ കഠിന തടവും കൂടാതെ പിഴയും. ഒരു വ്യക്തിയെ വ്യാപാരം നടത്തിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രസ്തുത വ്യക്തിയെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയാൽ ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ കഠിന തടവും പിഴയും. സെക്ഷൻ 375 റേപ്പ് ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 375 പ്രകാരം ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്ന പ്രവൃത്തികൾ. ഇത്തരം പ്രവൃത്തികൾ താഴെ പറയുന്ന 7 കാരണങ്ങളിൽ ഏതിൻ്റെയെങ്കിലും കീഴിൽ വരുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തതായി പറയപ്പെടുന്നു. 1. ആ സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി. 2. അവളുടെ സമ്മതം കൂടാതെ. 3. അവൾക്കോ അവൾക്ക് താൽപ്പര്യമുള്ള മറ്റാർക്കെങ്കിലുമോ മരണമോ ദേഹോപദ്രവമോ ഏൽപ്പിക്കുമെന്ന് ഭയപ്പെടുത്തുക വഴി നേടുന്ന സമ്മതമാണെങ്കിൽ അത്തരം സമ്മതത്തോടു കൂടി. 4. ഒരു പുരുഷൻ ആ സ്ത്രീയുടെ ഭർത്താവല്ലെങ്കിലും അവളെ നിയമപ്രകാരം വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് താനെന്ന് അവളെ വിശ്വസിപ്പിച്ചിട്ട് നേടുന്ന സമ്മതത്തോടു കൂടി. 5. ആ സ്ത്രീ സമ്മതം നൽകുന്ന സമയത്ത് തൻ്റെ ചിത്രഭ്രമത്താലോ ലഹരിക്കടിമപ്പെട്ടോ ആ പുരുഷനോ മറ്റാരെങ്കിലോ നൽകിയ മദ്യമോ മയക്കുമരുന്നോ കാരണം താൻ നൽകുന്ന സമ്മതത്തിൻ്റെ അനന്തരഫലം മനസ്സിലാകാതെ സമ്മതം നൽകുന്ന സന്ദർഭങ്ങളിൽ. 6. അവൾ 18 വയസ്സിന് താഴെ പ്രായമുള്ളവളാണെങ്കിൽ അവളുടെ സമ്മതത്തോടെയോ സമ്മതം കൂടാതെയോ. 7. അവളുടെ സമ്മതത്തെ ആശയവിനിമയം ചെയ്യാൻ കഴിവില്ലാതിരിക്കുമ്പോൾ. ഒരു സ്ത്രീ തനിക്കു നേരെയുള്ള കടന്നുകയറ്റത്തെ ശാരീരികമായി എതിർത്തില്ല എന്ന കാരണത്താൽ മാത്രം അത് ലൈംഗിക ബന്ധനത്തിനുള്ള സമ്മതമായി കണക്കാക്കപ്പെടുന്നതല്ല. ഒരു ചികിത്സാ നടപടിക്രമമോ ചികിത്സയുടെ ഭാഗമായോ ഉള്ള ഇടപെടലോ ബലാത്സംഗമായി കണക്കാക്കപ്പെടുന്നതല്ല. ഒരാൾ തൻ്റെ ഭാര്യയുമായി നടക്കുന്ന ലൈംഗിക വേഴ്ച അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തി അങ്ങനെയുള്ള ഭാര്യയുടെ പ്രായം 15 വയസ്സിന് താഴെ അല്ലെങ്കിൽ ബലാത്സംഗമാകുന്നില്ല. സെക്ഷൻ 376 പണിഷ്മെന്റ് ഫോർ റേപ്പ് ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 376 ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 376 1. ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാൾക്കും 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്ത തടവ് വരെ ആകാവുന്നതുമായ കഠിന തടവും പിഴയും ലഭിക്കുന്നതാണ്. സെക്ഷൻ 376 2. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ബലാത്സംഗം നടത്തിയ ഏതൊരാൾക്കും 10 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്ത തടവോളം ആകാവുന്നതുമായ കഠിന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. 1. ഒരു പോലീസ് ഓഫീസർ അയാളെ നിയമിച്ചിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. ഒരു പോലീസ് ഓഫീസർ ഏതെങ്കിലും സ്റ്റേഷനിനുള്ളിൽ വെച്ച് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 3. ഒരു പോലീസ് ഓഫീസറുടെ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിലോ ഉള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 4. ഒരു സർക്കാർ ജീവനക്കാരൻ തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് തൻ്റെ കസ്റ്റഡിയിലോ തൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ കസ്റ്റഡിയിലോ ഉള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 5. ഒരു പ്രദേശത്ത് കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ വിന്യസിച്ചിട്ടുള്ള സായുധ സേനയിലെ ഒരംഗം അവിടെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 6. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണത്തിന് വേണ്ടിയുള്ളതുമായ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റോ ഉദ്യോഗസ്ഥനോ ആയിട്ടുള്ള ഒരാൾ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് അന്തേവാസികളിൽ ആരെങ്കിലെയും ബലാത്സംഗം ചെയ്താൽ. 7. ഒരു ആശുപത്രിയിലെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരനോ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ആ ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 8. ഒരു സ്ത്രീയുടെ ബന്ധുവോ രക്ഷകർത്താവോ അധ്യാപകനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മേൽ അധികാരമോ വിശ്വാസമർപ്പിച്ചിട്ടുള്ളതോ ആയ ഒരു വ്യക്തി ആയിരിക്കെ അങ്ങനെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ.
9. വർഗീയ ലഹളയെയോ വംശീയ ലഹളയോ തുടർന്ന് ബലാത്സംഗം ചെയ്താൽ. 10. ഗർഭിണിയാണെന്നറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 11. സമ്മതം നൽകാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 12. ഒരു സ്ത്രീയുടെ മേൽ നിയന്ത്രണവും മേൽക്കോയ്മയുമുള്ള ഒരു വ്യക്തിയാൽ ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 13. മാനസികമോ ശാരീരികമോ ആയി വൈകല്യമുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ. 14. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവൾക്ക് ഗുരുതരമായ ശാരീരിക ക്ഷതങ്ങളോ പരിക്കുകളോ വൈകല്യമോ ഉണ്ടാവുകയോ അവളുടെ ജീവനെ അപകടത്തിൽ ആക്കുകയോ ചെയ്താൽ. ഒരു സ്ത്രീയെ തന്നെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്താൽ. സെക്ഷൻ 376 3. 16 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന ഏതൊരാൾക്കും 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ പ്രതിയുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലത്തേക്കുള്ള തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്ത തടവോളം ആകാവുന്ന കഠിന തടവും പിഴയും ലഭിക്കുന്നതാണ്. സെക്ഷൻ 376A. ബലാത്സംഗത്തിനിടയിൽ ഏൽക്കുന്ന പരിക്ക് സ്ത്രീയുടെ മരണത്തിനോ അല്ലെങ്കിൽ അവരെ ജീവച്ഛവമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്നതുമായ കഠിന തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ. സെക്ഷൻ 376AB. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ ശേഷിക്കുന്ന സ്വാഭാവിക ജീവിതകാലം വരെ ആകാവുന്ന ജീവപര്യന്ത കഠിന തടവും പിഴയും. പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന പിഴ ഇരയുടെ തുടർ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായി ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ ഈ സെക്ഷൻ പ്രകാരം ചുമത്തപ്പെട്ട ഏതൊരു പിഴയും ഇരയ്ക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 376B. കോടതി വിധിയെ തുടർന്നോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ വേർപിരിഞ്ഞു കഴിയുന്ന തൻ്റെ ഭാര്യയുമായി അവളുടെ സമ്മതം കൂടാതെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ 376C. അധികാര സ്ഥാപനത്തിലിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അധികാര സ്ഥാപനത്തിലിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അധികാര സ്ഥാനത്തിലോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധം നിർത്തുന്ന വ്യക്തിയാലോ അല്ലെങ്കിൽ ഒരു പൊതുജന സേവകനാലോ അല്ലെങ്കിൽ ഒരു ജയിലിലെ റിമാൻഡ് ഹോമിലെയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ളതോ അതിൻ്റെ കീഴിൽ വരുന്നതോ ആയ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനത്തിലെ സൂപ്രണ്ടോ മാനേജരാലോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലെ ആശുപത്രി സ്റ്റാഫാലോ. ശിക്ഷയെന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ കഠിന തടവും പിഴയും. സെക്ഷൻ 376D. കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു സംഘത്തിലെ ഒന്നോ അതിലധികമോ ആളുകൾ ചേർന്നു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അങ്ങനെയുള്ള ഓരോ വ്യക്തിയെയും ആ കുറ്റം ചെയ്തതായി കണക്കാക്കുന്നു. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും അയാളുടെ ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്ന തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്തത്തോളം ആകാവുന്ന കഠിന തടവും പിഴയും. എന്നാൽ അങ്ങനെയുള്ള പിഴ കുറ്റത്തിനിരയായ സ്ത്രീയുടെ ചികിത്സാ ചിലവുകൾ വഹിക്കുന്നതിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ന്യായവും മതിയായതുമായ തുകയായിരിക്കണം. മാത്രമല്ല ഈ വകുപ്പിൻ കീഴിൽ ചുമത്തുന്ന ഏതൊരു പിഴയും കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 376DA. 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ കുറ്റവാളികളുടെ ശേഷിക്കുന്ന സ്വാഭാവിക ജീവിതകാലം വരെ ആകാവുന്ന തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്ത തടവും പിഴയും. പ്രതിയിൽ നിന്ന് ഈടാക്കുന്ന പിഴ ഇരയുടെ തുടർ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ ഈ സെക്ഷൻ പ്രകാരം ചുമത്തപ്പെട്ട ഏതൊരു പിഴയും ഇരയ്ക്ക് സെക്ഷൻ 376DB. സെക്ഷൻ 376DB. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ കുറ്റവാളികളുടെ ശേഷിക്കുന്ന സ്വാഭാവിക ജീവിതകാലം
വരെ ആകാവുന്ന തടവ് എന്നർത്ഥമാക്കേണ്ട ജീവപര്യന്ത തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷയും. പ്രതിയിൽ നിന്നും ഈടാകുന്ന പിഴ ഇരയുടെ തുടർ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ ഈ സെക്ഷൻ പ്രകാരം ചുമത്തപ്പെട്ട ഏതൊരു പിഴയും ഇരയ്ക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 376 ഇ, 376, സെക്ഷൻ 376 എ, സെക്ഷൻ 376 ഡി വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യം ചെയ്ത ആളുകൾ കുറ്റം ആവർത്തിക്കുന്നുവെങ്കിൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ: കുറ്റവാളികളുടെ ശേഷിക്കുന്ന ജീവിതകാലം വരെ ആകാവുന്ന ജീവപര്യന്ത തടവ് അല്ലെങ്കിൽ വധശിക്ഷ.